2026 ഏപ്രിൽ 9 നടന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ആഴത്തിലുള്ള വിശകലനം താഴെ നൽകുന്നു. 1. പോളിംഗ് ദിന അവലോകനം. ഇന്ന് വൈകുന്നേരം 6 മണി വരെയുള്ള കണക്കുകൾ പ്രകാരം കേരളത്തിൽ ഏകദേശം 78.13% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വോട്ടെടുപ്പ് പൂർണ്ണമായും അവസാനിക്കുമ്പോൾ ഇത് ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. 2021 76% എന്ന കണക്കിനെ മറികടക്കുന്ന പോളിംഗ് ശതമാനം സംസ്ഥാനത്തെ ശക്തമായ രാഷ്ട്രീയ പോരാട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത്. പോളിംഗ് വിവരങ്ങൾ. വിശദാംശങ്ങൾ. ആകെ പോളിംഗ് ഏകദേശം 77.45%, 2021 കൂടുതൽ. ഏറ്റവും കൂടുതൽ പോളിംഗ് കോഴിക്കോട് 81.02% മുകളിൽ. പ്രധാന മുന്നണികൾ LDF, UDF, NDA. 2. നിർണായകമായി വനിതാ വോട്ടർമാർ. ഈ തെരഞ്ഞെടുപ്പിലും സ്ത്രീ വോട്ടർമാരുടെ സാന്നിധ്യം അതീവ നിർണായകമാണ്. കേരളത്തിലെ ആകെ വോട്ടർമാരിൽ 1.39 കോടി സ്ത്രീകളും 1.32 കോടി പുരുഷന്മാരുമാണുള്ളത്. വോട്ടർമാരുടെ പങ്കാളിത്തം. കോഴിക്കോട്, കണ്ണൂർ, തൃശൂർ ജില്ലകളിലെ പോളിംഗ് സ്റ്റേഷനുകളിൽ പുലർച്ചെ മുതൽ തന്നെ സ്ത്രീകളുടെ വലിയ നിര ദൃശ്യമായിരുന്നു. സ്വാധീനിച്ച ഘടകങ്ങൾ. LDS സർക്കാരിന്റെ ക്ഷേമ പെൻഷനുകളും UDF ഉന്നയിച്ച വിലക്കയറ്റം, തൊഴിലില്ലായ്മ തുടങ്ങിയ വിഷയങ്ങൾ വനിതാ വോട്ടർമാരുടെ തീരുമാനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. 3. ത്രികോണ മത്സരങ്ങൾ. പരമ്പരാഗതമായ ദ്വിമുഖ പോരാട്ടങ്ങളിൽ നിന്നു മാറി പല മണ്ഡലങ്ങളിലും NDA കരുത്താർജിച്ചതോടെ പോരാട്ടം കടുത്ത ത്രികോണ മത്സരമായി മാറിയിട്ടുണ്ട്. തൃശൂർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന മണ്ഡലം. ഇവിടെ മുന്നണികൾ തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. വിജയിയെ നിശ്ചയിക്കുന്നത് വെറും 2000-ൽ താഴെ വോട്ടുകൾക്കായിരിക്കുമെന്നാണ് സൂചന. വട്ടിയൂർക്കാവ് LDFന്റെ VK പ്രശാന്തും UDFന്റെ K മുരളീധരനും BJPയുടെ R ശ്രീലേഖയും തമ്മിലുള്ള പോരാട്ടം ഫലം പ്രവചനാതീതമാക്കുന്നു. നേമം, പാലക്കാട്. ഈ മണ്ഡലങ്ങളിൽ BJPയുടെ പ്രകടനം LDFന്റെയോ UDFന്റെയോ വിജയസാധ്യതകളെ നേരിട്ട് ബാധിക്കുമെന്ന സൂചന. 4. സർവേകളും ജനവികാരവും. വോട്ടെടുപ്പ് ദിനത്തിലെ ട്രെൻഡുകളും പ്രീപോൾ സർവേകളും വിരൽ ചൂണ്ടുന്നത് അതിശക്തമായൊരു മത്സരത്തിലേക്കാണ്. മാട്രിക്സ് ഒപ്പീനിയൻ പോൾ. LDF 61-71 സീറ്റുകൾ, 42-43% വോട്ട് വിഹിതം. UDF 58-69 സീറ്റുകൾ, 41-42% വോട്ട് വിഹിതം. NDA 1-3 സീറ്റുകൾ, 12-13%. അവസാന നിമിഷ മാറ്റങ്ങൾ. UDFന് നഗരമേഖലകളിൽ അവസാനഘട്ടത്തിൽ വലിയ മുന്നേറ്റം നടത്താൻ സാധിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. അതേസമയം LDFന്റെ മികച്ച കേഡർ സംവിധാനം വോട്ടർമാരെ ബൂത്തിലെത്തിക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ട്. 5. തെരഞ്ഞെടുപ്പ് സാധ്യതകൾ. പോളിംഗ് ശതമാനത്തിലെ വർധനവും ത്രികോണ മത്സരങ്ങളും കണക്കിലെടുക്കുമ്പോൾ 2026 മെയ് 4 പ്രഖ്യാപിക്കുന്ന ഫലം ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. സാധ്യത 1. LDF തുടർഭരണം, 71-75 സീറ്റുകൾ. സ്ത്രീ വോട്ടർമാർ ക്ഷേമ പദ്ധതികളിൽ തൃപ്തരാണെങ്കിൽ NDA വോട്ടുകൾ UDFനെ ബാധിക്കുന്ന സാഹചര്യമുണ്ടായാൽ LDFന് നേരിയ ബഹുമതിത്തിൽ 3ാം തവണയും അധികാരത്തിലെത്താൻ സാധിക്കും. സാധ്യത 2. UDF തിരിച്ചുവരവ്, 72-76 സീറ്റുകൾ. ഉയർന്ന പോളിംഗ് ശതമാനം സാധാരണയായി ഭരണവിരുദ്ധ വികാരത്തെയാണ് സൂചിപ്പിക്കുന്നത്. നഗര വോട്ടർമാരും യുവാക്കളും മാറ്റത്തിന് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ UDF കേവല ബഹുമതി മറികടക്കും. സാധ്യത 3. NDA പ്രഭാവം. NDA വോട്ട് വിഹിതം 15% മുകളിലെത്തുകയാണെങ്കിൽ അത് ദക്ഷിണ കേരളത്തിലെ പല മണ്ഡലങ്ങളിലും UDFന് തിരിച്ചടിയാവുകയും പരോക്ഷമായി LDFന് ഗുണം ചെയ്യുകയും ചെയ്തേക്കാം. ചുരുക്കത്തിൽ, കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രവചനാതീതമായ തെരഞ്ഞെടുപ്പുകളിലൊന്നാണ് 2026. UDFന് മാറ്റത്തിന്റെ തരംഗവും LDFന് ശക്തമായ സംഘടനാ സംവിധാനവും തുണയായുണ്ട്. മെയ് 4 ഔദ്യോഗിക ഫലപ്രഖ്യാപനം.